ജനങ്ങളെ ഗ്രീഡിനെസ് വർദ്ധിക്കുന്നു, ജലസ്യ വർദ്ധിക്കുന്നു. അതുവെച്ച് ദൈവത്തിന് ജനങ്ങളെ സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആന്തരിക സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ആൾക്കാർക്ക്. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മിനിമം, ഇപ്പോൾ ശാന്തകുമാരി എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു, കടത്തുരുത്തി എന്ന് 600 മംഗല. ശാന്തകുമാരിയുടെ ഉടമ്പടി പെട്ടെന്ന് കത്തിയത് എന്ന് വെച്ചാൽ ശാന്തകുമാരി അനാവശ്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അതാണ് വിഷയം. ശാന്തകുമാരി ഈ പെട്ടെന്ന് കത്തണ ഉടമ്പടിയിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് അനാവശ്യ കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരുന്നാൽ, ആഡംബര കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരുന്നാൽ ഉടമ്പടി പെട്ടെന്ന് കത്തും. കാര്യം എന്താണ്? ഉടമ്പടി വർക്ക് ചെയ്യണത് AI മെത്തേഡിലാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആദ്യം കണ്ടുപിടിച്ചത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്താണെന്ന് തോന്നുന്നത്. അതായത് ഈ മത്തായിയുടെ 6:33. കാര്യം നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിന് നീതിയെയും കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ് സംഭവം വർക്ക് ചെയ്യണത്. അതിനുവേണ്ടി പ്രത്യേകം വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് പ്രോഗ്രാംഡ്. നിങ്ങൾ വീട് വേണം, കാറ് വേണം, മക്കളെ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കണമെന്ന് പ്രത്യേകം ഇനം തിരിച്ച് ദൈവത്തോട് പറയേണ്ട ആവശ്യമില്ല. എന്താണ്? ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. ലൈഫൊന്ന് പ്രോഗ്രാം ചെയ്താൽ മതി. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനം പോലെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോവുകയും നിറവേറ്റുകയും ചെയ്യും. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കണം, ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കാണെന്ന്. കർത്താവേ, അങ്ങയുടെ വചനങ്ങള് ജീവിതബന്ധിയായി അങ്ങ് നൽകുമ്പോൾ അത് അംഗീകരിക്കുവാനും നടപ്പിൽ വരുത്തുവാനും ദൈവ പൈതലിന്റെ സ്വർഗീയ വാഗ്ദാനങ്ങൾക്ക് അർഹനാകുവാനും എന്നെ അഭിഷേകം ചെയ്യണമേ. ആരാധനയിലൂടെ സ്വർഗീയ വാഗ്ദാനങ്ങൾക്ക് നമ്മളെ അർഹരാക്കണമേ, തിരഞ്ഞെടുക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ശാന്തകുമാരിയുടെ പ്രശ്നം എന്താണെന്നറിയാവോ? ശാന്തകുമാരിക്ക് പല പ്രശ്നങ്ങളാണ്. ഈ ക്ലേശങ്ങൾ കൊണ്ട് കുറേ ക്ലേശങ്ങളാണ്. ഒന്ന്, ഇവർ കടത്തുരുത്തി 600 മംഗലം ഉൾനാട്ടിലുള്ള ആളാണ്. അവരുടെ സ്ഥലത്ത് വെള്ളമില്ല. അതാണ് ഒരു പ്രശ്നം. സ്ഥലമല്ല, അറിയാമല്ല, ഫെബ്രുവരി ആകുമ്പോൾ വെള്ളം വറ്റി പോകും. ആ വീട്ടിലോട്ട് വഴിയില്ല. രണ്ടാമത്തെ പ്രശ്നം, വെള്ളം വല്ലയിടത്തും പോയി കോരാന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയില്ല. വെള്ളം വിലക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ വണ്ടി അവിടെ വന്ന് നിൽക്കത്തില്ല. പലയിടത്തും വണ്ടി വന്ന് നമ്മൾ ചുമന്നുകൊണ്ട് വരണം വെള്ളം. ശാന്തകുമാരി ഒറ്റക്ക, മക്കളുണ്ട്, കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ട്. അതുങ്ങളൊന്നും ഈ വീട്ടിൽ തിരിച്ചു വരത്തില്ല. അമ്മയോട് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്, പക്ഷെ അവരാരും വരത്തില്ല വീട്ടിലോട്ട്. മൂന്നാമത്തെ പ്രശ്നമാണ്. എന്താ വരാത്തത് കാര്യം? മക്കൾ വരാത്ത 2 കാര്യങ്ങളാണ്, 3 കാര്യങ്ങൾ. അപ്പം നേരിച്ച് മരിച്ചു പോയെന്ന് തോന്നുന്നു. അമ്മ മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും ആ അമ്മയെ തിരക്കി. അമ്മയോട് മക്കൾക്ക് ഇഷ്ടമാണെങ്കിലും പെമ്മക്കളാണെങ്കിലും വരാൻ പറ്റണില്ല അവർക്ക്. അവർ പറഞ്ഞ അമ്മ ഈ വീട്ടിൽ വരുമ്പോൾ എന്തോ നെഗറ്റീവ് എനർജിയാണ്. 4ാമത്തെ പ്രശ്നം. പിള്ളേരിപ്പോൾ പഠിച്ചപ്പോഴേ നെഗറ്റീവും പോസിറ്റീവൊക്കെ അറിയാമല്ലോ അവർക്ക്. അപ്പോൾ ഇവർ പറയണത് ഇപ്പോൾ നെഗറ്റീവ് എനർജിയാണെന്നാണ് പറയണത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വെള്ളമില്ല, വഴിയില്ല, വീട്ടിൽ വരാൻ പറ്റണില്ല, നെഗറ്റീവ് എനർജിയാണ്. ഇതൊന്നുമല്ല, എവിടെ നോക്കിയാലും മൂർഖം പാമ്പ്. 4ാമത്തെ പ്രശ്നം. അപ്പോൾ ശാന്തകുമാരൻ മടുത്തു ജീവിതം. ഇവിടുത്തെ ആരും 5ാമത്തെ പ്രശ്നം എന്താ അറിയാമോ? വിറ്റ് ചുട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ആരും എടുക്കാനും ഇല്ല. 6ാമത്തെ പ്രശ്നങ്ങൾ ഒരു ഒറ്റ വ്യക്തി ഒരു കുടുംബത്തിൽ ആരും സഹായമില്ലാതെ അനുഭവിക്കുന്ന 6 പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇവൾ ഉരുകി തീർന്ന് എന്തിനും ജീവിക്കണം. അവസാനം ശാന്തകുമാരി പറഞ്ഞേ, ആദ്യമൊക്കെ മുറുകപാമ്പൊക്കെ വരുമ്പോഴേ എപ്പോഴും വരും പാമ്പ്, പല സ്ഥലത്തും പാമ്പാണ്. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. അവസാനം ഞാൻ നാട്ടുകാരെ വിളിച്ച് തല്ലിക്കൊല്ലാൻ തുടങ്ങിയെന്ന്. പാമ്പ് വന്നതെന്ന് പറയുമ്പോൾ ഞാൻ കിടന്ന് ആൾക്കാർ വന്ന് തല്ലിക്കൊല്ലും.
അവസാനം ആൾക്കാർ പറയും തല്ലിക്കൊന്ന് ആൾക്കാരെ മടുത്ത്. ഇവിടെ കാറ് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ നാട്ടിൽ നിന്ന് ഓടിക്കുകയാണ്. അവർ മടുത്ത് പിന്നെയും പാമ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയണം ഞാൻ തന്നെ അവസാനം ധൈര്യം അവലംബിച്ച് എനിക്ക് ജീവിക്കണ്ടേ, ഞാൻ തന്നെ തല്ലിക്കൊല്ലാൻ തുടങ്ങിയെന്നു. എന്നിട്ട് പാമ്പ് തീരണ്ടില്ല. ഞാൻ അങ്ങനെ ഇരിക്കേണ്ട സമയത്താണ് പറഞ്ഞത്, മാതാവിനെ കണ്ടായി എല്ലാം തീരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് ഉടമ്പടി പുതുക്കാൻ പോകുന്ന ആൾക്കാരുടെയൊക്കെ കൂടെ കയറിപ്പോകുന്നു. കയറിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ മനസ്സിൽ അമ്മയെ കാണണമെന്ന്, ഉടമ്പടി എടുക്കണമെന്ന് അവർ തീരുമാനിച്ചപ്പോൾ തന്നെ അവർക്ക് അത് മനസ്സിലായി എന്തോ അമ്മ ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. അതങ്ങനെയാണ് ഇവിടെ എന്താ ആ രീതി. അതാണ് നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ തീരുമാനം എടുക്കുമ്പോൾ തന്നെ അടയാളങ്ങൾ തുടങ്ങും, നമുക്ക് ആന്തരികമായ ബോധ്യം കിട്ടും. നിങ്ങൾ സത്യസന്ധരല്ലെങ്കിൽ ഉടമ്പടി 3 പ്രാവശ്യം പുതുക്കിയാലും അമ്മ അനങ്ങത്തില്ല. കാര്യം സത്യസന്ധത അല്ലെന്ന് അറിയാം. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നിങ്ങൾ സത്യസന്ധരാണ്, നീ വിഷയം ഇപ്പം നിങ്ങൾ പറയാം ഉടമ്പടി നാത്തൂനും ആൻറ്റിയും കുഞ്ഞമ്മയൊക്കെ എടുത്തില്ലേ, എന്നാൽ പോയി നോക്കിയൊക്കെ ആലപ്പുഴ. ഇനിയിപ്പോൾ നമ്മളായിട്ട് പോകാഞ്ഞിട്ട് ആരെങ്കിലും കിട്ടാതിരിക്കണ്ടല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സത്യസന്ധരല്ലാത്ത ആൾക്കാർ ഉടമ്പടി എടുക്കുന്നുണ്ട്. എന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉടമ്പടി എടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹം കുറഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ എന്നെ വട്ടിയും കൊട്ടയും എടുത്തുകൊണ്ട് ഉടമ്പടി എടുക്കാൻ വരും. സത്യസന്ധരല്ല, പുതുക്കിയാലും രക്ഷപ്പെടത്തില്ല. നിങ്ങൾ ആ ഉടമ്പടിയുടെ കറക്റ്റ് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഒന്നാമത്തെ ആ ഉടമ്പടി എഴുതിയിരിക്കണതെല്ലാം നിങ്ങളുടെ അത്യാവശ്യ കാര്യങ്ങളായിരിക്കണം. അല്ല ആഡംബരം എഴുതിയാൽ വർക്കൗട്ട് ചെയ്തില്ല ഈ സംഭവം. ആഡംബരം എഴുതിപ്പോയാൽ ഇത് ആൾ കളിക്കാൻ വേണ്ടിയാണെന്നും അഹങ്കാരത്തിൻ്റെ വിത്താണ് ഈ വന്നിരിക്കണമെന്നും ഇത് ദൈവത്തിന് പ്രയോജനപ്പെടുത്തില്ലെന്നും അവർക്ക് അഭ്യാസം കാണിക്കാൻ വേണ്ടിയുള്ള അഭ്യാസ വിശ്വാസിയാണെന്ന് ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവം അടുക്കത്തില്ല. ദൈവം സത്യത്തിൻ്റെ ദൈവമായത് കാരണം അടുക്കത്തില്ല. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിയോഗങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ അത്യാവശ്യവും ആവശ്യവും ഒക്കെയാണ്. ആഡംബരങ്ങളുണ്ടോ എന്ന് നോക്കണം, അത് നോക്കണം. ആഡംബരം ഉണ്ടെങ്കിൽ എഴുതാതിരിക്കണേ എപ്പോഴും നല്ലത്. ശതകുമാരി എന്ന് പറയുമ്പോൾ മനസ്സിൽ ചെന്നിട്ട് ആദ്യം പറഞ്ഞത് എന്താ അറിയാമോ, ആദ്യം അമ്മയോട് പറയണം എൻ്റെ കിണറ്റിൽ വെള്ളം വേണം, ജീവിക്കണ്ടേ, കുടിക്കണ്ടേ, മനുഷ്യൻ ജീവിക്കണ്ടേ, അതാണ്. അപ്പോൾ അത്യാവശ്യമല്ലേ അത്. പിന്നെ അമ്മയോട് പറയണേ പാമ്പിനെ ഒന്ന് ഓടിച്ചു തരണം, ഇവിടെ എനിക്ക് ഒറ്റക്കാണെങ്കിൽ ജീവിക്കണ്ടേ. പിന്നെ ഒരു വഴി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവർ പറയണത്, വലിയ അത്യാവശ്യ കാര്യങ്ങളാണ്. അപ്പോൾ അവർ ഇറങ്ങിയപ്പോൾ തന്നെ അമ്മ അപ്പം തന്നെ ഫയലിൽ ഒപ്പിട്ട സംഭവം അവർക്ക് ബോധമുണ്ടായി. അവർക്കിതിനെക്കുറിച്ച് നല്ല ആത്മവിശ്വാസം ഉണ്ടായി. അവരെന്താണെന്ന് വെച്ചാൽ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ചെരുപ്പ് വണ്ടിയെ തന്നെ ഇട്ട്. അപ്പോൾ ശാന്തകുമാരി അത് വേറെ ആളാണ് ശരിക്കും പറഞ്ഞത്. വെച്ചാൽ അവർ വണ്ടിയെ തന്നെ ചെരുപ്പ് വെച്ചു. എന്താ, ഞാൻ പോണത് എവിടെയാണെന്ന് അവർക്ക് നല്ല ബോധമുണ്ട്. അവർക്ക് ഞാൻ ഏത് സംഗീതത്തിലേക്കാണ്, ഏത് സാങ്ച്വറിയിലേക്കാണ് പോകുന്നതെന്നുള്ളത് അവർക്ക് ബോധമുണ്ട്. ചെരുപ്പ് വണ്ടിയെ വെച്ചപ്പോൾ തന്നെ ഡ്രൈവറിന് പെശകാണെന്ന് മനസ്സിലായി. ഡ്രൈവർ അവിടെ നിന്നും പറഞ്ഞ് ഉടമ്പടി പുതുക്കുന്നുള്ള വണ്ടിയാണിത്, ഇന്ന് പുതുക്ക് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ, നിങ്ങൾ പുതുക്കിട്ട് പെട്ടെന്ന് പോരുക, ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ ശാന്തകുമാരി ചെരുപ്പ് വെച്ചുകൊണ്ട് ഡ്രൈവർ കണ്ട് മനസ്സിലാക്കിയിട്ട് ഇന്ന് ഇവിടുന്ന് പോരാൻ പറ്റുകയില്ല, എങ്ങനെ 5 മണിക്കൂർ കഴിയുമല്ലോ, അന്ന് പുതുക്കുകയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് പോരാൻ പറ്റുമോ. പുതുക്കുന്നവരുടെ വണ്ടിയായിരുന്നു അത്. അതിന്മേലാണ് ഇപ്പോൾ ഉടമ്പടി എടുക്കുന്ന ആൾ കയറിയിരിക്കുന്നത്. ചെരുപ്പകത്ത് വെച്ചപ്പോൾ തന്നെ ശാന്തകുമാരി കിടന്ന് തന്നെ മനസ്സിലായി. അപ്പോൾ ഡ്രൈവർ സ്വരത്തിൽ പറഞ്ഞ് ഇന്ന് എടുക്കൽ നടക്കത്തില്ല, പുതുക്കൽ നടക്കത്തുള്ളൂ. അപ്പോൾ ശാന്തകുമാരി പോയി ചെരുപ്പ് തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നു. എന്താ കാര്യം, നിങ്ങൾ പോയിക്കോ, ഞാൻ അമ്മയുടെ അടുത്ത് ഉടമ്പടി ചെയ്യാൻ വന്നതാണ്, ഒറ്റക്കാണെങ്കിലും ഞാൻ ചെയ്തിട്ട് വന്നോളാം എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ നിലപാട് മാറിയില്ലേ, ഒന്നായില്ലേ. ഒറ്റക്കണച്ചാൽ അവർക്ക് അറിയത്തില്ല വഴിയൊന്നും. 700 രൂപയാണ് അവിടെ നിന്ന് ഇവിടം വരെ ഡ്രൈവർ വാങ്ങിക്കുന്നത്. ആ പൈസ പോയാലും തിരിച്ച് രാത്രിയായാലും ഉടമ്പടി എടുത്തിട്ട് പോകാം എന്ന് പറഞ്ഞു. അപ്പം തന്നെ സത്യത്തിൻ്റെ ഒരു കണിക അവിടെ ഉണ്ട്. ചില ആൾക്കാർ ആദ്യമേ തന്നെ വന്ന് ഓഫീസിൽ ചോദിക്കും എത്ര സമയമാകും. അപ്പോൾ ഓഫീസിൽ നിന്ന് പറയും 4 മണിക്കൂർ ആകത്തുള്ളൂ, 5 മണിക്കൂർ ആകുമെന്ന് പറയും. കാര്യം ചോദിക്കുന്നവരോട് 1 മണിക്കൂർ കൂട്ടിയേ പറയത്തുള്ളൂ. എന്താ കാര്യം, ഈ പണ്ടാരെ ഇവിടുന്ന് പോയി കിട്ടണം, അതുകൊണ്ടാണ്. വേറെ പ്രശ്നമൊന്നുമില്ല.
സമയം ചോദിക്കുമ്പോഴത്തേനും മനസ്സിലാക്കും ഉടമ്പടി എടുക്കാൻ വന്നതല്ല, പുള്ളി വേറെ എന്തോ അഭ്യാസത്തിന് വന്ന വഴിക്ക് ഇതിനകത്ത് കയറി നോക്കിയതാണ്. അപ്പം 4 മണിക്കൂറാകത്തുള്ളെങ്കിലും ഓഫീസിൽ നിന്ന് പറയും 5 മണിക്കൂറാകുമെന്ന് പറയും. വണ്ടി വിട്ടേക്കാൻ അതിൻ്റെ അർത്ഥം അളിയൻ വണ്ടി വിട്ടേക്കാൻ എൻ്റെ അർത്ഥം വേറെ സംഭവമൊന്നുമില്ല, വണ്ടി വിട്ടേ പോയിക്കൊള്ളാം, ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർ, അതിനുവേണ്ടി അർപ്പണ മനോഭാവത്തോടുകൂടി ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇടമാണ്, കാഴ്ചക്കാർക്കും സന്ദർശകർക്കും വേണ്ടിയുള്ള സ്ഥലമല്ല എന്നുള്ളതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതുവരെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടുള്ളവരെ, ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തീക്ഷ്ണതയോടെ ഉടമ്പടി നിവർത്തിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടി ഒരു നിലപാടാണ്. ശരിക്കും പറഞ്ഞാൽ ശാന്തകുമാരുടെ നിലപാട് സത്യസന്ധമായത് കാരണം അമ്മ ഒരു കാര്യം ചെയ്തു, ആ വിഷയം ഏറ്റെടുത്തിട്ട് ശാന്തകുമാരി പറഞ്ഞു, ഇവിടെ ഒത്തിരി ക്യൂ ഒക്കെ കാണുന്നുണ്ട്, ഒത്തിരി കൗണ്ടർ കാണുന്നുണ്ട്, എവിടെ പോയിട്ട് എന്താണ് ആദ്യം ചെയ്യേണ്ടത് എനിക്കൊരു പിടിയുമില്ല, പക്ഷേ എന്നെ കൃത്യമായിട്ട് നയിച്ചുകൊണ്ട് പോയി പുതുക്കി കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു, ഞങ്ങൾ വണ്ടി വിട്ട് പോകണമെന്ന്. അപ്പോൾ ഞാൻ അമ്മയടുത്ത് തിരികെത്തിക്കണ സമയമായിരുന്നു. ഞാൻ പറഞ്ഞു ഇത്തിരി സമയം പാടി. അപ്പോൾ തന്നെ ഇത്ര പെട്ടെന്ന് അതെല്ലാം കഴിഞ്ഞ് കൃത്യമാക്കി ദൈവം സഹകരിക്കുന്ന രീതി കണ്ട. സത്യസന്ധരോട് ദൈവം കൃത്യമായിട്ട് സഹകരിക്കും. നിങ്ങൾക്കൊരു ഐഡിയ വേണമെന്നില്ല, ഐഡിയ എല്ലാം അമ്മ തരും. നിങ്ങളെ കൊണ്ടു നടക്കുന്നത് അമ്മയായിരിക്കും. കൊണ്ടു നടന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇതെല്ലാം ചെയ്യിച്ച് പെട്ടെന്ന് വണ്ടി കയറി അവർ പോയി, ഒരുമിച്ചാണ് പോയത്. അതെന്ന് വെച്ചാൽ നിങ്ങൾ അത് തന്നെ അപ്പം തന്നെ അവൾക്ക് മനസ്സിലായി അമ്മ ഈ വിഷയം ടേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. ഉടമ്പടിയെടുത്ത് 3 ചെന്ന് പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലി 3-ാം ദിവസമായപ്പോൾ ശാന്തകുമാരി മകളുടെ കുഞ്ഞിനെ എടുത്ത് പുറത്ത് നിൽക്കുമ്പോൾ ഒരു വെള്ളി വെളിച്ചം മുമ്പിലൂടെ കടന്നു പോകും. അവൾക്ക് ആദ്യം അത് മനസ്സിലായില്ല. ഇല്യൂഷനും ഹാലുസിനേഷനൊന്നും അല്ലേ, പകൽ കാണുന്ന സംഭവമാണ്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ വെളിച്ചം തന്നെ, ആ സിൽവർ ഗ്രേ വെളിച്ചം ഇവിടെ മുമ്പിലൂടെ വീണ്ടും കടന്നു പോകും. 3-ാമത്തെ പ്രാവശ്യം കടന്നു പോകാൻ വരുമ്പോൾ ഇവിടെ ഓടി വീട്ടിൽ കയറും, എൻ്റെ അമ്മയാണല്ലോ എൻ്റെ മുമ്പിൽ വന്നതെന്ന് പറയും. ഹല്ലേലൂയ, യേശുവേ നന്ദി. പിന്നെ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെള്ളമില്ലല്ലോ, ആ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വരണ്ട മാസങ്ങളായിട്ട് വെള്ളമില്ലാത്ത കിണറ്റിൽ കൊണ്ടുപോയി കിണറ്റിൽ ഉപ്പിടും. ഉപ്പിട്ടും കാര്യം കുഴക്കിണറാണ്, 300-350 അടി താഴെയുള്ള സാധനമാണ്, അവിടെ വെള്ളമില്ല. പക്ഷേ ഉപ്പ് കിണറ്റിൽ കൊണ്ടിട്ട്, കിണറ്റിൽ വെള്ളം ഇല്ലാത്ത സ്ഥലത്താണ് ഉപ്പ് കൊണ്ടിടണത്. ബിഷോപ്രമാണം ചെല്ലും പോരും. കുറച്ച് കഴിഞ്ഞപ്പോൾ മോട്ടർ ആദേശം ചെയ്തിട്ട് മോളിൽ ടാങ്ക് കവിഞ്ഞ് വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അങ്ങനെ 3 ദിവസം വെള്ളം ഒഴുകിയപ്പോൾ 5:30 മണിക്ക് ഇവള് നാട്ടുകാരെല്ലാം വിളിച്ച് കേൾപ്പിച്ചു, ഫോണെടുത്ത് പറഞ്ഞ് അമ്മ വെള്ളം തന്ന് പറഞ്ഞു. എന്താ കാര്യം, വെള്ളം ഇല്ലെന്ന് എല്ലാവർക്കും, ഇവിടെ വീട്ടിൽ വെള്ളമില്ലെന്നും ഇവർക്ക് ഒറ്റയ്ക്ക് കോരി ചോന്നുകൊണ്ട് പോകാൻ പറ്റത്തില്ലെന്നും ഇവൾ വെള്ള ദുരന്തത്തിലാണെന്നൊക്കെ അറിയാൻ പറ്റുന്ന ആൾക്കാർക്കെല്ലാം ഇത് വലിയ സംഭവമായി. നമുക്ക് ചിലപ്പോൾ അത്രയും അത് അറിയത്തില്ല, അവർക്ക് മനസ്സിലായിപ്പെട്ടന്ന്. കാര്യം അവർ പറഞ്ഞു ഇപ്പോൾ 1 കൊല്ലമായിട്ടും ഒരു പ്രശ്നമേ ഇല്ല, കൃത്യമായിട്ട് വെള്ളം അമ്മ തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞത് മുറുക്കപ്പാമ്പിൻ്റെ കാര്യമാണ്, ആ സാധനത്തിന് 1 കൊല്ലമായിട്ട് കാണാനില്ലെന്ന്. മക്കളെല്ലാം തിരിച്ചു വന്നു, ആ നെഗറ്റീവ് എനർജിയൊക്കെ മാറി, മക്കളെല്ലാം തിരിച്ചു വന്നു. ഇളയവൊക്കെ കാനഡയിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നു. അവിടെ കാര്യം ചെയ്തിട്ടും ശരിയാകത്തില്ല, ഇങ്ങനെ ഒടിഞ്ഞു കെട്ടിയൊരു വീട്ടിലാണ് താമസിക്കണത്, അത് മാറ്റണമെങ്കിൽ സാധാരണ ജോലി ചെയ്യാൻ പറ്റത്തില്ല, പോകണമെന്ന് അമ്മയോട് പറഞ്ഞായിരുന്നു. അവളുടെ കാര്യം ശരിയായി, എല്ലാം പെട്ടെന്ന് ശരിയായി. ഞാനീ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലായി ഉണ്ടായത് എന്താ വെച്ചാൽ, അതായത് ശാന്തകുമാരി പറയുന്ന ഒരു സംഭവമുണ്ട്. ഈശ്വരന്മാരിലുള്ള വിശ്വാസം പോയായിരുന്നു എനിക്ക്.
കാര്യം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയല്ലേ സംഭവിക്കണത്. ഇപ്പം ക്ലേശങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ക്ലേശങ്ങൾ ചില സമയം അത് നിങ്ങളെ ശ്രദ്ധിക്കണം നല്ലതായിരിക്കും. അവർ പറഞ്ഞ സാക്ഷ്യങ്ങളിൽ നിങ്ങൾ കൈയടിച്ചു, പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ടച്ച് ചെയ്തത് എൻ്റെ ഈശ്വരവിശ്വാസം പോയായിരുന്നു എന്നുള്ളതാണ്. ആദ്യമേ പറഞ്ഞവർ എനിക്ക് ഈശ്വരവിശ്വാസം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചതൊന്നും ഞാൻ അത്രയും ക്ലേശത്തിലാണ്, അതുകൊണ്ടാണ് എനിക്ക് ഈശ്വരവിശ്വാസം പോയെന്ന് പറയണത്. ഈ ഈശ്വരവിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഉടമ്പടി എടുക്കുമ്പോൾ പെട്ടെന്ന് ദൈവാനുഭവത്തിലേക്ക് ആൾക്കാർ വരണത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായത്, ഈ ഉടമ്പടിയിൽ ഇപ്പം കണക്ഷൻ പോയെന്ന് വിചാരിച്ചു. നമ്മുടെ നമ്മുടെ കടങ്ങൾ കൊണ്ട്, നമ്മുടെ രോഗങ്ങൾ കൊണ്ട്, നമ്മുടെ വീട്ടിലെ മദ്യപാനം കൊണ്ട്, അല്ലെങ്കിൽ വഴക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ കേസുകൾ കൊണ്ട്, അയൽവാസികളുള്ള പടകൾ കൊണ്ട്, നമ്മുടെ തന്നെ ശരീരവേദന കൊണ്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ നമ്മൾ ചില സമയത്ത് നമ്മുടെ ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോകും. ഈശ്വര വിശ്വാസമല്ല ശരിക്കും പറഞ്ഞാൽ പോണത് കണക്ഷൻസാണ് പോണത്. ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോകും. ഇങ്ങനെ കണക്ഷൻസ് പോയി കഴിഞ്ഞാൽ അത് ആർക്കും പോകാം. വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പോകാം, ഒരിക്കലും വിശ്വാസം ഇല്ലാതിരുന്നവർക്കും പോകാം, ഏത് മതക്കാർക്കും പോകാം. കണക്ഷൻസ് പോകും. ഒന്നിലും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. എന്തോന്നിന് ആരോട് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം, ഒരു ഫലവും ഇല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തോന്നാത്ത അവസ്ഥയാണ് കണക്ഷൻസ് പോവുക എന്ന് പറയുന്നത്. ശാന്തകുമാരി അങ്ങനൊരു അവസ്ഥയിലായിരുന്നു, കണക്ഷൻസ് പോയ അവസ്ഥയിലായിരുന്നു. ഈ കണക്ഷൻസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആരുടെ, ഇപ്പം നിങ്ങളുടെ തന്നെയായാലും, ഇപ്പം നിങ്ങൾ കണക്ഷൻസ് പോയിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഇപ്പോൾ കുറേ പ്രാർത്ഥിച്ചിട്ട് കുറേ നാളായി, കുമ്പസാരിച്ചിട്ട് കുറേ നാളായി, പള്ളിപ്പോയിട്ട് കുറേ നാളായി, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന നടത്തിയിട്ട് കുറേ നാളായി, നിങ്ങൾ കണക്ഷൻസ് പോയ ആൾക്കാരാണെന്ന് വിചാരിച്ചോ. അങ്ങനെ കണക്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എങ്ങനെയാണ്, ഇപ്പോൾ കറണ്ട് കമ്പി, ഇപ്പോൾ ഫേസ് പോയി, ന്യൂട്രൽ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ലൈൻമാർ പറയത്തില്ലേ. അപ്പോൾ അവർ രണ്ടാമത് കൊണ്ടുവന്നത് ഏണി വെച്ച് കയറി കെട്ടിയിട്ട് പീസ് കെട്ടിയെടുക്കും. പക്ഷേ ഇതുപോലെ എങ്ങനെയാണ് നമ്മൾ ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോയാൽ പെട്ടെന്ന് ഫീസ് കെട്ടണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ അതിൻ്റെ ഐറ്റമുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് ഐറ്റം ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുഴപ്പം പറയുന്നത്. കണക്ഷൻസ് ആർക്കും പോകാം, ഏത് മതക്കാർക്കും പോകാം, പക്ഷേ അത് ഫീസ് കെട്ടണ ഐറ്റംസ് അവിടെ പ്രാർത്ഥനാ രീതി, ഈ നാക്കുകൊണ്ടിട്ടുള്ള അടി കൊണ്ടൊന്നും കണക്ഷൻസ് ഉണ്ടാകത്തില്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതിനുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഉദാഹരണത്തിന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം എടുത്തേ, യോഹന്നാൻ 16:4. യോഹന്നാൻ 16:4. അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇത് കണ്ടാ എന്ന് പറഞ്ഞേ, അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നുവെന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി അവരുടെ സമയം വരുന്നുമ്പോ തന്നെ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ പ്രശ്നത്തിൽ ഭയങ്കരമായ ഒരു വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ സമയം എന്ന് പറയുന്നൊരു സമയമുണ്ട്, ടൈം ഓഫ് ദി ഈവിൾ. ഈ വല്യമ്മ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ സംഭവം അതാണ്. ടൈം ഓഫ് ദി ഈവിൾ. എവിടെ തൊട്ടാലും കിണറ്റിൽ നോക്കിയാൽ വെള്ളമില്ല, ബാധ തുറന്നാൽ മുറുക്കം പാമ്പ്, മക്കൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റണില്ല, ഇങ്ങനെ എല്ലാം അവരുടെ സമയം. ഇങ്ങനെ നമ്മളെ കാണുന്നവരെല്ലാം നമ്മുടെ ശത്രുക്കളായി കരുതുന്നു, ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരെ നമ്മളെ കല്യാണത്തിന് പോലും വിളിക്കണില്ല, അവർ നമ്മൾ ഒഴിവാക്കുന്നു. അവരുടെ സമയം. ഒരു മനുഷ്യപ്രജയാണെങ്കിൽ ഈ അവരുടെ സമയമെന്ന് ഈശോ പറയുന്ന തിന്മയുടെ ശക്തിയുടെ താണ്ഡവ സമയമുണ്ട്. തിന്മയുടെ ശക്തിയുടെ താണ്ഡവ സമയം നമുക്ക് അതൊരു ഇന്നോവേറ്റീവ് ഈബിൾ പോലെയാണ്, ഒഴിവാക്കാൻ പറ്റാത്തൊരു തിന്മയാണ്. ഇത് വന്നു കഴിയുമ്പോഴാണ് ഇവനാണ് ലൈൻ കട്ട് ചെയ്ത് കളയണത്. മനസ്സിലായില്ലേ? ഇവനാണ് ലൈൻ കട്ട് ചെയ്ത് കളയണത്. അവരുടെ സമയത്തായിരിക്കും നിങ്ങൾ ചിലപ്പോൾ IELTS ചിലപ്പോൾ 2 പ്രാവശ്യം തോക്കും, 3 പ്രാവശ്യം തോക്കും, 4ാമത്തെ പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ എല്ലാവരെയും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പിള്ളേരെന്നെ നാടിക്കയറി പിടിക്കും. നമ്മൾ എന്താടി അച്ഛാ ഇനി എഴുതത്തില്ല കേട്ടാ, എഴുതാൻ കാശില്ലെന്ന് പറയും. പപ്പ എഴുതാൻ വിടത്തില്ല. കാര്യം വേറെ ഒരു അത് കർത്താവിൻ്റെ കയ്യൊക്കെ പിടിക്കണ പോലെ അവസാന പിടുത്തവാ, മുങ്ങിച്ചാകാൻ പോകണമെന്ന് പിടിക്കത്തില്ലേ.
അതുപോലെ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ചില പെങ്കൊച്ചുങ്ങൾ കൈയൊക്കെ എടുക്കുന്നു. അച്ഛാ എന്ന് കണ്ണൊക്കെ നിറഞ്ഞ് കവളൊക്കെ വിധുമ്പോൾ പറയും, ഇനി എഴുതത്തില്ല, എഴുതാൻ കാശില്ല, പപ്പ എഴുതിക്കത്തില്ല, കുടുംബം തീർന്ന് ഞങ്ങൾ തീരുകയാണെന്ന് പറയും. ഞാൻ നിങ്ങൾ തീരത്തില്ലെന്ന് പറയും. ഞാൻ തിരിച്ചു വന്ന് അമ്മയോട് പറയും, അവർ തീരാൻ പോണ്, തീർക്കരുതെന്ന് പറയും. എന്താ, അവർ ഈ മണ്ണിൽ ചവിട്ടിയിട്ടുണ്ട്, നിൻ്റെ പ്രത്യക്ഷീകരണം അവർ അംഗീകരിച്ചതായി പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട്, അവർ തീരത്തില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സന്നിധാനം ആയിട്ടാണ് മാതാവിനെ പ്രതിഷ്ഠിച്ചിരിക്കണേ. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സത്യമായി നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപയെ ആവശ്യിക്കുകയും നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ ധ്യാനം എപ്പോഴെല്ലാം ആരെല്ലാം എവിടെയെല്ലാം കേൾക്കുന്നുവോ അവരെയെല്ലാം കർത്താവ് അനുഗ്രഹിക്കുകയും അനുഗ്രഹിച്ചതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് ദൃശ്യമായി തീരുകയും ചെയ്യാൻ പരിശുദ്ധ ദേവമാതാവിനോട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെയുള്ള അസ്ഥികൾ, പേശികൾ, കോശങ്ങൾ, ആന്തരിക അവയവങ്ങൾ, ത്വക്കുകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പഞ്ചേന്ദ്രിയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ആ സമയങ്ങളെല്ലാം നിങ്ങൾ ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കർത്താവിന് ശക്തി നിങ്ങളൊക്കെ ആവശ്യിക്കുന്ന സൗഖ്യത്തിൻ്റെ നിമിഷങ്ങളാണ്. ശ്രുതികളെ കർത്താവേ 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 കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവലാൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുളുക്കിയുടെ ചൂടിയവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവലാൽ മുറിവേറ്റവനെ, നിന്റെ വിശുദ്ധ രക്തം, നിന്റെ വിശുദ്ധ രക്തം ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മേലെ, എപ്പോഴവർ ധ്യാനം കേട്ടാലും, ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവർ മേലെ എപ്പോഴവർ ധ്യാനം കേട്ടാലും കർത്താവിൻ്റെ വിശുദ്ധ രക്തം മഴ പോലെ തൊയ്യട്ടെ. മനുഷ്യർ സങ്കല്പിക്കാനോ വിശ്വസിക്കാനോ മനുഷ്യർ കൈകാര്യം ചെയ്യാനോ പറ്റാത്ത ജീവിത ദുർഘടങ്ങളിലെ ജീവിത ക്ലേശങ്ങൾ അകപ്പെട്ട് ജീവിക്കുന്നവർ അവരുടെ മേൽ കർത്താവിൻ്റെ രക്തം തളിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തളിക്കട്ടെ. അപ്പാ പിതാവേ, അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. അപ്പാ പിതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. മാർഗരോഗങ്ങൾ, തീരാവേദികൾ, മസ്തിഷ്ക രോഗങ്ങൾ, മനസ്സിൻ്റെ രോഗങ്ങൾ, മസിൻ്റെ രോഗങ്ങൾ, പേശി രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, ഞരമ്പിൻ്റെ രോഗങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആന്തരിക അവയവങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വിശുദ്ധ രോഗങ്ങൾ, പിസിയോടി രോഗങ്ങൾ, അർച്ചന രോഗങ്ങൾ, കരളിൻ്റെ രോഗങ്ങൾ, ഗർഭാശയത്തിൻ്റെ രോഗങ്ങൾ, കുടലിൻ്റെ രോഗങ്ങൾ, കുടലിലെ പുണ്ണുകൾ, ഹൃദയത്തിൻ്റെ രോഗങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ ആരാധന. തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ. അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാമീശോ. എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാമീശോ. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഭൗതികമായ മേഖലകളാണ്.
ഇപ്പോഴും റിസൾട്ട് റീവാലുവേഷൻ കൊടുത്തിട്ട് വേദനയോടെ റിസൾട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, കാത്തിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇവിടുന്ന് പരീക്ഷയ്ക്ക് വേണ്ടി ആശീർവാദം വാങ്ങിച്ചു പോയിരിക്കുന്നവരുണ്ട്. അവരെ മാതാവിന് മധ്യസ്ഥയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. മെയ് മാസം മുഴുവൻ ഉടമ്പടി എടുത്തിട്ട് കഴിഞ്ഞ 3 മാസമായിട്ട് ഉടമ്പടി എടുത്തവരുണ്ട്. ഉടമ്പടി പുതുക്കി നിലനിൽക്കുന്നവരുണ്ട്. അവരെല്ലാം ഇപ്പോഴേ അൾത്താരയിൽ ഓർക്കുന്ന ഈ മാസം പ്രധാനപ്പെട്ട നിർണായകമായ ദിവസങ്ങളുള്ളവരുണ്ട്. ഈ ആഴ്ചയിൽ നിർണായകമായ ദിവസങ്ങളുള്ളവരുണ്ട്. ജപ്തി നടപടിക്ക് വന്നവര്, ഓപ്പറേഷൻ നിശ്ചയിച്ചവര്, DNCയുടെ റിപ്പോർട്ട് വരാൻ കാത്തിരിക്കുന്നവര്, പ്രസവമുള്ളവർ, പ്രസവത്തിന് ഓപ്പറേഷൻ ഉള്ളവര്, കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ പേര് ധർമ്മസങ്കടം അനുഭവിക്കുന്ന അമ്മമാര്, എല്ലാവരും സമർപ്പിക്കുന്ന സമയമാണ്. കൃപാസന അമ്മ, ദേവമാതാവ് സമയഘടികാരം ചാർത്തി നെഞ്ചിൽ ചാർത്തി ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് മനുഷ്യരാശിയുടെ ആവശ്യപ്പെട്ട വിശുദ്ധമായ അൾത്താരയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ അടയാളങ്ങൾ, എപ്പോഴും കണ്ണീരിടുന്ന മക്കള്, കണ്ണുനീര് ഉടമ്പടിയുടെ അവകാശമാണെങ്കിൽ, കണ്ണീര് ഉടമ്പടിയുടെ ആധാരമാണെങ്കിൽ, കണ്ണീര് ഉടമ്പടിയുടെ യോഗ്യതയാണെങ്കിൽ, ഇപ്പോഴേ ദൈവമായ ഉടമ്പടി, അമ്മയുടെ മധ്യത്തിൽ ഉടമ്പടി എടുത്തവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, അവരുടെ യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ കരുണയുടെ യോഗ്യതയാൽ കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തില് ആർക്കെല്ലാം വേണ്ടിയാണോ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവര്? വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, കർത്താവെ ജയിലിൽ കിടക്കുന്നവര്, കർത്താവ് കേസ് അകപ്പെട്ടിരിക്കുന്നവര്, കേസിൽ നല്ല തീരുമാനം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്നവര്, വിദേശങ്ങളിൽ ജോലിക്ക് വേണ്ടി പോകാതിരിക്കുന്നവര്, നാട്ടിൽ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവര്, നാട്ടു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനം ഇല്ലാത്തവര്, ഭർത്താവിൻ്റെ ഭാര്യയുടെ അവിശ്വസ്ത കാരണം ജീവിതത്തിൽ വേദന അനുഭവിക്കുന്നവര്, മക്കൾ ഇല്ലാത്തവര്, മക്കളെ കുരുത്തക്കേടായിട്ട് ജീവിക്കുന്നവര്, അന്യബന്ധങ്ങളെ പോയിട്ട് കുടുംബത്തിന് അപമാനം ഉണ്ടാക്കുന്നവര്, എല്ലാവരും ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. നാമം ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, മഹത്വം, പരിശുദ്ധമ്മ മധ്യസ്ഥം വഹിക്കാൻ പോകുന്ന വിഷയങ്ങളെ, സാമ്പത്തിക കടങ്ങള്, ജോലിയില്ലാത്തവര്, വീട്ടുമൃഗങ്ങളെ വളർത്തിക്കൊണ്ട് വരുമാനമാകാതെ കഞ്ഞിവെച്ച് പോകുന്നവര്, അവർക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങള്, വ്യാപാര വ്യവസായശാലകൾ നടത്തി അത് പൊട്ടിപ്പോയവര്, അല്ലെങ്കിൽ കടങ്ങളായി പോയവര്, സ്ഥലം വിൽക്കാൻ പോണവര്, ജീവിക്കാൻ വേണ്ടി സ്ഥലം വാങ്ങാൻ പോകുന്നവര്, വിസയുടെ ടെസ്റ്റിനൊക്കെ പോകാൻ പോകുന്നവർ, ഇൻ്റർവ്യൂവിന് പോകാൻ പോകുന്നവർ, നാട്ടിലേക്ക് തിരിച്ചു പോരാൻ വരുന്നവർ, ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ പോകുന്നവർ, അവിടെ യാത്ര സമാധാനവും സുരക്ഷിതമായിരിക്കാൻ, മക്കളില്ലാത്തവർ, കുടുംബത്തിലെല്ലാത്തരം ഒരു തരത്തിലും സമാധാനം ഇല്ലാതെ വിഷമിക്കുന്നവർ, കുഞ്ഞുങ്ങളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവർ, മാർത്താമസിക്കാൻ നിവൃത്തിയില്ല, മാർത്താമസിക്കാൻ ഇടമില്ലാതെ വിഷമിക്കുന്നവര്, നേരത്തെ സ്നേഹിച്ചിരുന്നവരും കുടുംബത്തിലുള്ളവർ പോലും തന്നെ വെറുത്തിട്ട് ഒറ്റപ്പെട്ടു പോയ അവസ്ഥകള്, നമ്മുടെ മരണം പോലും ആഗ്രഹിക്കുന്ന ശത്രുക്കള്, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഞെരുങ്ങുന്നവര്, വേദനപ്പെടുന്നവര്, സ്വന്തം ശരീരത്തിൻ്റെ രോഗങ്ങളും വേദന കൊണ്ട് ഉറക്കമില്ലാത്തവര്, മാസങ്ങളായിട്ട് ഉറക്കമില്ലാത്തവര്, ഉറങ്ങാൻ പറ്റാത്തവര്, എല്ലാവരും സാഹചര്യം ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. അവിടെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പതിക്കട്ടെ. അവിടെ കർത്താവിൻ്റെ വിശുദ്ധം പതിക്കട്ടെ. അല്ലെ കർത്താവിന് വിശുദ്ധം രക്തം പതിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ, തീരാവേദനകൾ തീർന്നു പോകട്ടെ. യേശു നാമത്തിൽ ശ്രദ്ധിക്കട്ടെ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ദൈവമേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന.